ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അഹാനയുടെ സ്പെഷ്യലായിട്ടുള്ള മാംഗോ ചിയ പുഡിങ്ങാണ്. എൻ്റെ പൊന്നോ, രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ ഇത്. എല്ലാവരും മസ്റ്റായിട്ടൊരു വൺ ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. അത്രയും ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 മാംഗോ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു മാംഗോനെ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഇടാനുള്ളതാണ്. വേറൊരു മാംഗോനെ ഞാൻ ഇതേപോലെ അടിച്ച് പൾപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ കോക്കനട്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് മിൽക്ക് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യണത്. അപ്പം ഞാൻ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്യണത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നമ്മുടെ മധുരം എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഒരുപാട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യണവരാണെങ്കിൽ മധുരം ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. കാരണം നമുക്ക് മാങ്ങയ്ക്കൊക്കെ മധുരം ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സും കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിയ സീഡ്സും നമ്മുടെ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടി നന്നായിട്ട് ഈ പാലിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആ ക്രീമൊക്കെ നന്നായിട്ട് ഇതിൽ മെൽട്ടായിട്ട് വരണം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മിക്സിങ് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാലിലേക്ക് നമുക്ക് പൾപ്പായിട്ടുണ്ടായിരുന്ന മാംഗോ, നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കാം. മാംഗോ ഇങ്ങനെ നമ്മൾ അടിച്ചൊഴിക്കുമ്പം കുറച്ചും കൂടി നല്ല സ്വീറ്റായിട്ടും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാംഗോയുടെ കട്ട് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട് പീസസും മാംഗോയുടെ പൾപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. കീപ്പ് ചെയ്ത് തണുത്തതിന് ശേഷം കുടിക്കുമ്പം കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അതല്ല നമുക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കുടിക്കാം കേട്ടോ, തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 4 hours ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എടുത്തിട്ട് ഞാൻ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് കുടിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫീല്, അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. നമുക്ക് ആ ഒരു ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും അതൊക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ്, പിന്നെ മാംഗോൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പം അസാധ്യമായിട്ടുള്ളൊരു രുചിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് വൺ ടൈം ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കി കുടിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.